രാഷ്ട്രീയമായിട്ട് CPM നടത്തിയിട്ടുള്ള ഈ നവകേരള സദസ്സ്, ഞാൻ അതിലേക്ക് തന്നെ വരാം. ആ നവകേരള സദസ്സിന് പകരമായിട്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടി ജനസദസ്സ് സംഘടിപ്പിച്ചിരുന്നു. നവകേരള സദസ്സിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണോ ഈ ഇടതുപക്ഷം ഉയർത്തിയത്, ആ ഉയർത്തിയതിനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് ജനസദസ്സ് BJP സംഘടിപ്പിച്ചു. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിരവധി സ്ഥലത്ത് ഞങ്ങളുടെ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും വളരെ ശക്തമായി ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനെ പോലെയോ അല്ലെങ്കിൽ CPM-നെ പോലെയോ ഞങ്ങൾക്ക് അതിനുള്ള പ്രചരണങ്ങൾ സ്വാഭാവികമായി മാധ്യമങ്ങൾ തരുന്നില്ല. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം, ഈ കോൺഗ്രസ്സുകാരി കരിങ്കൊടി ഉയർത്തിയില്ലായിരുന്നെങ്കിൽ ഈ സദസ്സ് ഒരു ഊപ്പ സദസ്സായി മാറിയേനെ, ജനങ്ങൾ വെറുത്ത സദസ്സായി മാറിയേനെ. ഈ അവിടെ ഇവിടെ നിന്ന് ഈ കരിങ്കൊടി ഉയർത്തിയത് കൊണ്ടാണ് കേരളം മുഴുവനും ഈ സദസ്സ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ചർച്ചയായി മാത്രം മാറേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ എല്ലാ സ്ഥലത്തും അതിശക്തമായ ബഹളം വെച്ചു വല്ലാതെ നടക്കുന്നതും ഒരു രാഷ്ട്രീയമാണ്. വല്ലാതെ നടക്കാതെ മൗനമായിട്ട് വളരെ ശാന്തമായിട്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ, ഈ കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കുക, അവരുടെ മനസ്സിൽ അത് ജനങ്ങളുടെ മുമ്പിൽ അവരുടെ മനസ്സിൽ ആ വിഷയം കൊണ്ടുവരിക, അവരെ ഉദ്ബുദ്ധരാക്കുക, അവരെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. വാസ്തവത്തിൽ BJP സംഘടിപ്പിക്കുന്നത് ജനസദസ്സിലൂടെ, ജനസമ്പർക്കത്തിലൂടെ, പഞ്ചായത്ത് തലത്തിലുള്ള പദയാത്രകളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു രാഷ്ട്രീയം, അതും ഒരു രാഷ്ട്രീയമാണ്. തെരുവീതിയിൽ അടിയുണ്ടാക്കുന്നത് മാത്രമാണ് രാഷ്ട്രീയം. തെരുവീതിയിൽ ജീപ്പ് കത്തിക്കലും ബസ് പൊളിക്കലുമാണ് രാഷ്ട്രീയം എന്ന് ചിന്തിക്കരുത്. അതിനപ്പുറത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന, സാധാരണ ജനങ്ങളുമായി സമ്പർക്കം നടത്തുന്ന, സാധാരണ ജനങ്ങളുടെ വീടുകളിൽ പോയി സമ്പർക്കം നടത്തുന്ന, ഈ രീതിയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു പരിപാടിയാണ് BJP സംഘടിപ്പിക്കുന്നത്. അതല്ലാതെ അവിടെ ഇവിടെ നിന്ന് കരിങ്കടി ഉയർത്തി തലപൊളിച്ച് പോലീസുകാരനെ ചവിട്ടും കൊണ്ട് ആ ജനറൽ ആശുപത്രിയിൽ കിടക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയല്ല ഇപ്പം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതാണ് വളരെ കൃത്യമായി എനിക്ക് പറയാനുള്ളത്.